ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സേവ് ഫോറം മഹല് കറുകപത്തൂർ റംളാൻ റിലീഫ് കിറ്റ് വിതരണം നടക്കുന്നിടത്താണ് കേട്ടോ. ഇന്നാട്ടിലെ അർഹരായ ജനങ്ങൾക്ക് സേവ് മഹല് ഫോറം എന്ന സംഘടന 4 വർഷമായി നടത്തി വരുന്ന കിറ്റ് വിതരണത്തിൻ്റെ 2026 ആദ്യമായിട്ടുള്ള കിറ്റുകൾ ഇന്ന് ഞങ്ങൾ വിതരണം ആരംഭിക്കുകയാണ്. ഈ പ്രദേശത്തെ അർഹരായ 200 വീടുകൾക്കാണ് ഈ വലിയ ചാക്ക്, കിറ്റ് എന്ന് തന്നെ പറയാൻ കഴിയില്ല, വലിയ ചാക്ക് രൂപത്തിലുള്ള ഈ കിറ്റുകൾ വിതരണം നടത്തുന്നത്. അതിന് പുറമെ സേവ് മഹല് ഫോറം എന്ന സംഘടനയുടെ വക ഒരു ഏകദേശം 600ഓളം കിറ്റ് ഞങ്ങൾ വിതരണം നടത്തും. അതിൽ നിന്നും ഒരു ശതമാനം ഇന്നാട്ടിലെ സഹോദര സമുദായങ്ങൾക്കും ഞങ്ങൾ കൊടുക്കുക പതിവാണ്. അങ്ങനെ ഈ നാടിൻ്റെ ഒരുമ നിലനിർത്താൻ വേണ്ടി രൂപം കൊണ്ട സേവ് മഹല് ഫോറം എന്ന സംഘടന ഇതുപോലെ ഈ കിറ്റ് വിതരണം അല്ലാതെ പള്ളിക്ക് മുന്നിലൂടെ പോയിരുന്ന ഒരു റോഡിനെ ഏകദേശം 5 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇൻ്റർലോക്ക് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ള നിലയ്ക്ക് വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ 1,02,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി മുഖാന്തരം ഞങ്ങൾ കൈമാറേണ്ടതായിട്ട് ആ ചെക്ക് അവിടെ കൈപ്പറ്റിയ രസീതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അസുഖബാധിതരായി വരുന്ന വ്യക്തികളെ കാണുക, സഹായിക്കുക, അത് ഞങ്ങളുടെ ഒരു പ്രവർത്തന രീതിയാണ്. ഇപ്പോഴും ഞങ്ങളുടെ സംഘടനയിലെ ഒരു മെമ്പറായ റൂബി അബൂബക്കർ എന്ന വ്യക്തിയുടെ ചികിത്സാർത്ഥം സേവ് ഒരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതിൻ്റെ ജനകീയ സമിതി ചെയർമാന് കൈമാറുന്നതായിരിക്കും. രൂപത്തിൽ സമൂഹത്തിൻ്റെ അർഹരായ ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായൊരു കാര്യമാണെങ്കിലും ഈ ഒരു ഫോറത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലുള്ള പ്രവർത്തകർ ഇടപെട്ടിട്ട് കൃത്യമായിട്ട് അത് നിർണ്ണയിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഇത് വാങ്ങിക്കാനായി ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരാതെ അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഫോറം നടത്തിക്കൊണ്ടിരിക്കുന്നത്.